പണത്തിനോ പ്രശസ്തിക്കോ ആൾബലത്തിനോ ഒരു കുറവുമില്ലാത്ത അമ്മ എന്ന സിനിമ തറവാടിന് ഇപ്പോൾ സുഹൃതക്ഷയം സംഭവിച്ചിരിക്കുന്ന സമയമാണിത്. അമ്മയെ തകർക്കുന്ന സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് സംഘടനയിൽ നടക്കുന്നത്. പരസ്പരം ചെളി വാരി എറിയുന്ന താരങ്ങൾ തമ്മിലുള്ള വാക്പോരും ആരോപണ ആരോപണങ്ങളും മൂർച്ഛിച്ച് സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് കോണ്ടന്റുകൾ ആകുകയാണ്. വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു സംഘടനയാണ് അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടന്മാർ പൊട്ടിത്തെറിക്കുന്നതും മോഹൻലാലിന്റെ ഭരണസമിതി രാജിവെച്ചതുമെല്ലാമായിരുന്നു പഴയകാല പ്രതിസന്ധിയെങ്കിൽ ഇപ്പോഴത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആണ്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പണം വാങ്ങി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ചില നടന്മാരെ സ്ഥാനാർത്ഥികളായി ഒപ്പിച്ചു കൊടുത്തു എന്ന് സംഘടനയുടെ മുൻ പ്രസിഡന്റിനെതിരെ വരെ ആരോപണം ഉയർന്നു. അത് കഴിഞ്ഞപ്പോൾ വംശീയ അധിക്ഷേപത്തിന്റെ പേരിൽ യുവനടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഒരു നടൻ അവരെ മോശമായി അഭിസംബോധന ചെയ്തു എന്ന കേസ് ഇപ്പോഴും കോടതിയിലാണ്. മറ്റൊരു നടി മാധ്യമങ്ങളുടെ ക്യാമറ നോക്കി പറഞ്ഞത് ആ പേര് പോലും കേൾക്കാൻ എനിക്ക് അറപ്പാണ് എന്ന വാക്കാണ്. 6 മാസം മുമ്പ് മാത്രം അധികാരത്തിൽ വന്ന സംഘടനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ശ്വേത മേനോൻ രാജിവെച്ച് ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ കാര്യങ്ങൾ വിശദീകരിക്കാനാവാതെ തപ്പിത്തടഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര കൂട്ടായ്മയുടെ സ്വാധീനവും ശക്തിയും വെറും തമാശയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സജീവമായി ഇടപെടേണ്ട പവർഫുൾ ആയിട്ടുള്ള താരങ്ങളൊന്നും അതിനുള്ള ഒരു പരിഹാരവും നിർദ്ദേശിക്കാതെ മുഴുവനായിട്ടും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ താര സംഘടനകളുടെ ചരിത്രം നോക്കുമ്പോൾ തന്നെ മലയാള ചലച്ചിത്ര സംഘടനകൾ വെറും കടലാസ സംഘടനകളാണെന്ന് പറഞ്ഞത് മലയാളത്തിന്റെ ആദ്യത്തെ ഭരത് പുരസ്കാരം നേടിത്തന്ന നടൻ PJ ആന്റണി ആയിരുന്നു. അന്ന് ഭരത് അവാർഡ് നേടിയ അദ്ദേഹത്തെ ആദരിക്കാൻ അന്ന് ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്ന താരസംഘടനയായിട്ടുള്ള ചലച്ചിത്ര പരിഷത്ത് 25,000 രൂപ സമ്മാനമായി നൽകാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട, ഞാൻ അഭിനയിച്ച വകയിൽ കിട്ടാനുള്ള കാശ് നിർമ്മാതാവിന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു തന്നാൽ മതി എന്നാണ്. എന്നാൽ നിർമ്മാതാക്കളുടെ കാര്യത്തിൽ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ താരസംഘടനയുടെ ഭാരവാഹികൾ അന്ന് ചോദിച്ചത്. അപ്പോൾ ഒരു കലാകാരന് കിട്ടേണ്ട കാശ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പരിഷത്തും പരീക്ഷകളും എന്നോ അങ്ങനെ ചോദിച്ചാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ച് പ്രതിഷേധിച്ചത്. അത് മാത്രമല്ല, മലയാളത്തിലെ പ്രമുഖ നടിയായിട്ടുള്ള വിജയശ്രീ ആത്മഹത്യ ചെയ്തപ്പോഴും ഉർവശി അവാർഡ് ജേതാവായിട്ടുള്ള ശോഭ മരിച്ചപ്പോഴും സംഘടന കുറ്റവാളികളെ പിടികൂടാൻ ഒന്നും ചെയ്യാതിരുന്നത് സിനിമാ സംഘടനയായ പരിഷത്ത് ചിലരുടെ കയ്യിലെ കളിപ്പാവയാണെന്നും പരിഷത്ത് നടന്മാരുടെ ക്ഷേമത്തിനായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനങ്ങളെ കൂടുതൽ ശരിവെക്കുന്നതായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും അനിഷ്ടക്കാരെ ഒതുക്കലുമെല്ലാം പണ്ടും സിനിമയിലുണ്ടായിരുന്നു. 1910 പുറത്തു വന്ന KPSC ലളിതയുടെ കഥ തുടരും എന്ന ആത്മകഥയിൽ അറിയപ്പെടാത്ത അടൂർ ഭാസി എന്ന ഒരു അധ്യായമുണ്ട്. അതിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച നിരന്തരം വേട്ടയാടിയ അടൂർ ഭാസിയെ കുറിച്ച് അവർ തുറന്നെഴുതുന്നുണ്ട്. ഈ വിഷയം ഉന്നയിച്ച് പരിഷത്തിന്റെ അന്നത്തെ പ്രസിഡന്റായ KP ഉമ്മറിന് പരാതി നൽകിയപ്പോൾ നിനക്ക് നാണമാവില്ലേ, അങ്ങേരാരാണ്, നീ ആരാണ് എന്ന മറുചോദ്യമാണ് ഉണ്ടായിരുന്നെന്നും അതിൽ വിവരിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നത് 1994 ഷൂട്ടിങ്ങിന്റെ സെറ്റിൽ ഒരു കുപ്പി വെള്ളം ചോദിച്ചപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം നടൻ സുരേഷ് ഗോപി സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും തുടർന്ന് നടന്മാർക്കായി ഒരു കൂട്ടായ്മ വേണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് 1994 മെയ് 31 തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിൽ തിക്കുറിശി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന ഒരു സംഘടന സുരേഷ് ഗോപി, KB ഗണേഷ് കുമാർ, മണിയൻ പിള്ള രാജു എന്നിവർ സമാഹരിച്ച 30,000 രൂപയുടെ മൂലധനത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റായി MG സോമനും ജനറൽ സെക്രട്ടറിയായി TP മാധവനും തിരഞ്ഞെടുക്കപ്പെട്ടു. മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ. അന്ന് 80 അംഗങ്ങൾ പങ്കെടുത്ത കൂട്ടത്തിൽ ഇന്നത് വളർന്ന് 500-ലധികം അംഗങ്ങളുള്ള എറണാകുളത്ത് സ്വന്തമായി കെട്ടിടം വരെയുള്ള പവർഫുൾ സംഘടനയെ എത്തി നിൽക്കുകയാണ്. ഈ സംഘടനയുടെ അപ്രമാദിത്വത്തെ ആദ്യം ചോദ്യം ചെയ്ത ഒരു നടൻ എന്ന് പറയുന്നത് സുകുമാരനായിരുന്നു. സൂപ്പർ താരങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന കീഴ്വഴക്കത്തെ അനുസരിക്കാത്ത ആളായിട്ടുള്ള സുകുമാരൻ അമ്മ രൂപം കൊണ്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിനെതിരെ തന്നെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് രീതികൾക്കെതിരെ കോടതിയിൽ പോയി. അതിന്റെ പേരിൽ സുകുമാരന് സംഘടന അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. ബൈജു കൊട്ടാരക്കരയുടെ ബോക്സർ എന്ന സിനിമയിൽ നിന്ന് സുകുമാരനെ മാറ്റാൻ അന്ന് ഭാരവാഹിയായിട്ടുണ്ടായിരുന്ന ഗണേഷ് കുമാർ വരെ ശ്രമിച്ചിരുന്നു. ഒടുവിൽ മാക്ട ഇടപെട്ടാണ് ലോട്ടസ് ക്ലബിൽ വെച്ച് ചേർന്നിട്ടുള്ള യോഗത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചത്. പിന്നീട് ജഗതി ശ്രീകുമാറും സൂപ്പർ താരങ്ങളെ വിമർശിച്ചതിന് അമ്മയുമായി ഏറ്റുമുട്ടുകയുണ്ടായി. എന്നാൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടം അമ്മയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് മഹാനടൻ തിലകനെതിരെയാണ്.
സിനിമാ രംഗത്തെ സ്റ്റാർ മാഫിയയെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും തിലകൻ തുറന്നടിച്ചു. പിന്നീട് സിനിമയിൽ ജാതി കാർഡ് കളിച്ച് തന്നെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ തിലകനെ അമ്മ യോഗത്തിൽ വിളിപ്പിച്ച് അപമാനിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം അന്ന് ആ മീറ്റിംഗിൽ നിന്ന് ബാഗുമെടുത്ത് ഇറങ്ങിപ്പോവുക വരെ ഉണ്ടായി. തിലകന് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സുകുമാർ അഴീക്കോട് തിലകന് പിന്തുണയുമായി വരികയുണ്ടായിരുന്നു എന്നത് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. തുടർന്ന് അഴീക്കോടിന് മതിഭ്രമമാണെന്ന് മോഹൻലാലിന്റെ വിഗിനെ കുറിച്ച് അഴീക്കോട് വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്നസെന്റിന് വിവരമില്ലാത്തവൻ എന്നാണ് ഡിക്ഷണറിയിലെ അർത്ഥം എന്ന് വെച്ച് അദ്ദേഹം പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. അതെല്ലാം പ്രധാന വാർത്തകളായിരുന്നു അന്ന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിലകന്റെ മകൻ ഷമ്മി തിലകനെയും ഇതേ അച്ചടക്ക ലംഘനം പറഞ്ഞ് അമ്മ വിലക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു നടിക്കെതിരെ അമ്മ ആദ്യമായി നടപടിയെടുക്കാൻ ശ്രമമുണ്ടായത് 1997 പഴയകാല നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിട്ടുള്ള കോട്ടയം ശാന്ത സിനിമ മംഗളത്തിൽ തനിക്ക് മദ്രാസിൽ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് അഗ്നിപഥങ്ങളിലൂടെ എന്ന ഒരു ആത്മകഥ എഴുതുകയുണ്ടായി. പല പ്രമുഖരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണപ്പോൾ അമ്മയുടെ അന്നത്തെ പ്രസിഡന്റ് മധു ഒപ്പിട്ടിട്ടുള്ള നോട്ടീസ് ശാന്തയ്ക്ക് അയച്ചു. എഴുത്തു നിർത്തിയില്ലെങ്കിൽ അംഗത്വവും പെൻഷനും റദ്ദാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പേടിക്കാതെ ശാന്ത മറുപടി നൽകി, ഞാൻ അമ്മയിലെ മെമ്പർ അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ റദ്ദാക്കുന്നതെന്ന്. സിനിമാ മംഗളം എഡിറ്ററായിട്ടുള്ള മധു വെമ്പന എഡിറ്റോറിയലിലൂടെ അമ്മയുടെ ഇരട്ടത്താപ്പിനെ ശക്തമായി പലപ്പോഴും വിമർശിക്കുകയുണ്ടായി. നടൻ രാജൻ പി ദേവ് ഭീഷണിപ്പെടുത്താൻ വന്നിട്ടും വാരിക വഴങ്ങുകയുണ്ടായില്ല. പിന്നീട് അടൂർ പങ്കജത്തിന്റെ ആത്മകഥ വന്നപ്പോഴും അമ്മ അതേ ഭീഷണി ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കാലം മാറിയിട്ടും അമ്മയുടെ സ്വഭാവം ഒട്ടും മാറിയിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ദിലീപിന്റെയും അതിജീവിതയുടെയും വിഷയം. ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജഗദീഷും ബാബുരാജും ഒരു വശത്തും സിദ്ദിഖും KPC ലളിതയും മറുവശത്തുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ വരെ ചേരിപ്പോരുണ്ടായി. അതിന്റെ തുടർച്ചയായാണ് നടിമാർ ചേർന്ന് WCC രൂപീകരിക്കുന്നതും സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 2018 സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നതും. 5 വർഷത്തിന് ശേഷം 2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെയും ലൈംഗിക പീഡനങ്ങളെയും തുറന്നു കാട്ടി. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മോഹൻലാലും ഭരണസമിതിയും രാജിവെച്ചു. അതിനുശേഷം വന്ന ശ്വേത മേനോന്റെ നേതൃത്വത്തിലുള്ള 17 അംഗ എക്സിക്യൂട്ടീവ് ബോർഡും അധികാരത്തിൽ എത്തുകയും കഴിഞ്ഞ മാസങ്ങളിൽ കൂട്ടരാജിവെച്ച് ഒഴിയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വാങ്ങിയതും യുവനടി ഉന്നയിച്ച വർഗീയ അധിക്ഷേപ ആരോപണങ്ങളും സംഘടനയെ പൂർണ്ണമായി തകർത്തിരിക്കുന്ന സമയമാണിത്. മല്ലിക സുകുമാരൻ പറഞ്ഞതുപോലെ അമ്മ ഇപ്പോൾ അംഗങ്ങളെ സമൂഹത്തിന് മുൻപിൽ അപമാനിക്കുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് OTT പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ സിനിമ മാറി. പുതിയ സംവിധായകന്മാരും എഴുത്തുകാരും അമ്മ സംഘടനയുടെ പിൻബലം ഇല്ലാതെ തന്നെ സിനിമ വിജയിപ്പിക്കുന്ന കാലമാണിത്. മലയാളത്തിലെ താരാധിപത്യം ഏകദേശം തകർന്നിരിക്കുകയുമാണ്. എന്നിരുന്നാലും അമ്മ എന്ന് പറയുന്നത് വെറും ഒരു സംഘടനയല്ല, അതൊരു വലിയ സാമൂഹിക പ്രസ്ഥാനം കൂടിയാണ്. പ്രായാധിക്യം കാരണം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന 100-ലധികം അവശ്യ കലാകാരന്മാർക്ക് പ്രതിമാസം നൽകുന്ന 5000 രൂപയുടെ കൈനീട്ടം, 100 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, പ്രളയകാലത്ത് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായം, അമ്മ വീട് പദ്ധതികൾ തുടങ്ങിയ നന്മകളെല്ലാം ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ഈ പ്രതിസന്ധി നീണ്ടുപോയാൽ ബാധിക്കപ്പെടുന്നത് ആ പാവപ്പെട്ട കലാകാരന്മാരുമാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സംഘടന പ്രശ്നങ്ങളെല്ലാം വേഗത്തിൽ പരിഹരിച്ചു തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.